ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് പഴംപൊരിയാണ്. പുറത്തേക്കൊക്കെ പോകാണ്ടായിരുന്നു, അപ്പോൾ നേരം വൈകിയിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് എളുപ്പമുള്ളത് പഴംപൊരിയാണല്ലോ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതിനായിട്ടൊരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചെറിയ കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ പത്തിരിയുടെ പൊടിയൊക്കെ അത് എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കളറാണ് ഇട്ടേക്കണം. മഞ്ഞൾപ്പൊടി ഇട്ടെങ്കിൽ ചിലപ്പോൾ ചുവപ്പ് കളറാവുമല്ലോ. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചുവപ്പ് ആവണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. എന്തായാലും അപ്പസോടി ഇടുന്നുണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കണതല്ലേ. മുന്നേ മാവാക്കി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ചെറിയൊരു കപ്പിൽ ദോശമാവ് എടുത്തിട്ടുണ്ട്. അത് ഇഡ്ഡലിയുടെ മാവായാലും കുഴപ്പമില്ല, അത് പെട്ടെന്ന് നമുക്ക് പൊളച്ച് വരും. അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത് കുറേ നേരം ഇതാക്കി വെക്കണമല്ലോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കലക്കി വെക്കാം. പഴംപൊരിയൊക്കെ ആയ കാരണം പെട്ടെന്നാവും. ഒരു 5 മിനിറ്റ് ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് അവിടെ നമുക്ക് വെക്കാം. അപ്പോഴത്തേനും നമുക്ക് പഴം മുറിക്കലും പിന്നെ എണ്ണ ചൂടാവലൊക്കെ ആകുമ്പോഴത്തേനും 5 മിനിറ്റ് ആവുമല്ലോ. തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാനുള്ള ടൈമും ഇല്ല. അപ്പോൾ പിന്നെ പഴംപൊരി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. 2 പഴം കൊണ്ടേ പഴംപൊരി ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അത് മുറിച്ചിട്ട് പീസാക്കാം. അതൊക്കെ നിങ്ങൾക്ക് അറിയുമല്ലോ. ഒന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഷേപ്പ് ചെയ്യാനും കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അനിയൻ്റെ വൈഫിന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് അവൾ ഇന്നലെ ഒരു ഡിസൈൻ അയച്ചു തന്നതാണ്. അപ്പോൾ ഇന്നൊക്കെ തന്നെ കൊടുത്തയക്കും വേണം. ബഹ്റൈനിലേക്ക് ഒരാൾ പോകണ്ടായിരുന്നു, അപ്പോൾ അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിരുന്നു. അതാണ് നേരം വൈകിയത്. പെട്ടെന്നുണ്ടായതല്ലേ. അപ്പോൾ ഇനി ആ കുട്ടി പറഞ്ഞാൽ ചെയ്ത് കൊടുക്കാതിരിക്കാനും പറ്റില്ല. അത്രയും സ്നേഹമുള്ള കുട്ടിയാണ്. അത്രയും സ്നേഹത്തോടെ തന്നെ പറയുമ്പോൾ നമുക്ക് ചെയ്ത് തരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ രാവിലെ തന്നെ അതിനിരുന്നു. അപ്പോൾ പിന്നെ നോമ്പ് തുറക്കുന്ന സമയമായപ്പോഴാണ് പഴംപൊരി മതിയല്ലോ. നേരത്തെ പിന്നെ ഒന്നും ഉണ്ടാക്കണ്ട. മോനിക്കാണെങ്കിൽ അവനക്ക് ഷവർമ പോലെ ആക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവനക്ക് എന്തായാലും ചിക്കനായാൽ മതി, വേറെ ഒന്നും വേണ്ട. അവനക്ക് ചിക്കൻ്റെ ഒരു മണം കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ പിന്നെ അവൻ്റെ കാര്യം കുഴപ്പമില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇനി നമുക്ക് പഴം പൊരിച്ചെടുക്കാം. നോക്കിയ പഴമൊക്കെ നന്നായി പൊള്ളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിക്കണം അതേപോലെ ആയിട്ടുണ്ട്. നോക്കി നന്നായി പൊള്ളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ ഇവിടെ റെഡി ആയി. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. എന്തായി നിങ്ങളെ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞാൽ? ഞാനിനിയിപ്പോൾ തുടങ്ങാൻ പോകണുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നോമ്പ് തുറക്കൽ കഴിഞ്ഞിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാം. അല്ലെങ്കിൽ നാളെ രാവിലെ എല്ലാം കൂടി ആകുമ്പോൾ തിരക്കാവുമല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോഴന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ നമ്മുടെ പഴംപൊരി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽക്കൊരു ജ്യൂസ് എന്തെങ്കിലും അടിക്കണമല്ലോ വിചാരിച്ചപ്പോൾ ഞാൻ സ്മൂത്തി അടിക്കുക വിചാരിച്ച്. അതിനായിട്ട് ഇവിടെ ഞാനൊരു ചെറുപ്പഴം എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ റോബസ്റ്റ് അല്ലെങ്കിൽ പൂവമ്പഴം ഏത് പഴമായാലും കുഴപ്പമില്ല കേട്ടോ. നേന്ത്രപ്പഴം ആയാലും കുഴപ്പമില്ല. ഞാൻ ചെറുപ്പഴം എടുത്തേക്കണ്. 1.5 ടീസ്പൂണ് ഓട്സ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ പീനട്ട് ബട്ടർ ഉണ്ടല്ലോ, അപ്പോൾ അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ ബൂസ്റ്റ് അങ്ങനെ ഒന്നും ഇടുന്നില്ല. അപ്പോൾ പീനട്ട് ബട്ടർ തന്നെ ഇട്ടു. ഉള്ളത് ഇട്ടിട്ട് അങ്ങനെ അടിക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക. 2 ഈന്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വേറെ പഞ്ചസാര ഒന്നും ഇടുന്നില്ല അതിൽ. ആ പീനട്ട് ബട്ടറിൽ തന്നെ നല്ല മധുരമുണ്ട്. അപ്പോൾ അതങ്ങോട്ട് അടിക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് പഴംപൊരി നോക്കി നന്നായി പൊള്ളച്ച് വന്നിട്ടില്ലേ. നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിക്കണം അതേപോലെ ആയി വന്നിട്ടുണ്ട്. അതാ അരിമാവ് കൂട്ടുന്ന കാരണം അത് വേഗം പൊള്ളച്ച് വരികയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് പഴംപൊരി ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ അതേപോലെ പഴംപൊരി. അല്ല നിങ്ങളെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അതൊന്ന് പറഞ്ഞതായോ. അപ്പോൾ നമ്മുടെ സ്മൂത്തിയൊക്കെ റെഡിയായി ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേറെ ഒന്നുമില്ല. ഞാൻ ഫ്രൂട്ട്സ് അങ്ങനെ ഒന്നും എടുത്തില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും കൂടുതൽ ഉണ്ടാക്കിയാലോ നാളെ പെരുന്നാളല്ല, പിന്നെ അത് അവിടെ ബാക്കിയിട്ട് അവിടെ ഇരിക്കും. പിന്നെ നാളെ എടുക്കലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് മോനിക്ക് ഉണ്ടാക്കിയ ഷവർമ്മയുടെ തട്ടിക്കൂട്ട് ഷവർമ്മ എങ്ങനെ ഉണ്ടാക്കി നോക്കാമല്ലോ. ഉള്ള സാധനം വെച്ചിട്ടാണ്. ഞാൻ കൂടുതലായിട്ട് ഒന്നും അതിൽ ചേർക്കാനൊന്നും പോയിട്ടില്ല. ചിക്കൻ മാത്രമാണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചിക്കൻ കായം വട്ടിയതാണ്. അത് നമ്മൾ മറ്റേ മന്തിയിൽക്കൊക്കെ ഉണ്ടാക്കുന്ന മസാല ഉണ്ടല്ലോ, ആ മസാല ഇട്ടിട്ടാണ് കായം വട്ടി വെച്ചത്. ഇനി അതൊന്ന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ്, നന്നായി മുങ്ങി ഇതാക്കി എടുക്കണമെന്നില്ല, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് അത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് ചെറുതീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വേവായി വന്നിട്ടുണ്ട്. ഒരേ ഭാഗം വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗം വേവിച്ചെടുക്കണമല്ലോ.
അപ്പോൾ 2 ഭാഗം കൊണ്ട് മറിച്ചിട്ടിട്ട് ഇപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഡിസൈൻ ചെയ്ത വീഡിയോ ഒന്നും എടുത്തില്ല, അതൊക്കെ നേരം ഇല്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അതും ഇരുന്ന വീഡിയോയും കൂടി പിടിക്കൽ കഴിഞ്ഞാൽ അത് ആളാണെങ്കിൽ വൈകുന്നേരം പോവും ചെയ്യും ബഹ്റൈനിലേക്ക്. അപ്പോൾ പിന്നെ അതും ഇരുന്നാലത് കൊടുത്തയക്കലും നടക്കില്ല, വീഡിയോയും നടക്കില്ല. അപ്പോൾ ഞാൻ ആദ്യം അത് കൊടുത്തയക്കാനുള്ള പരിപാടിക്കിരുന്നു. പിന്നെ ഞാൻ മൈദ കൊണ്ട് പരത്തിയെടുത്തതാണ്, ചപ്പാത്തി പരത്തണ പോലെ. അപ്പോൾ കുബൂസൊന്നും മേടിക്കാൻ നിന്നില്ല, ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ വെച്ച് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ മൈദ കൊണ്ട് ഒരു 4 ചപ്പാത്തി ഉണ്ടാക്കിയത്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് മറിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. പെട്ടെന്നുള്ള വീഡിയോ ഒക്കെ ആയ കാരണം വോയിസ് കൊടുക്കലൊന്നും ശരിയായിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നിങ്ങളെല്ലാവരും അങ്ങോട്ട് ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് നന്നാക്കിയിട്ട് വരാം. എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യും വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ആക്കിയതാണ്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ അവിടെ വേവായി വന്നിട്ടുണ്ട്. 4 എണ്ണയിലുള്ളൂ, അത് പെട്ടെന്നായിട്ടുണ്ട്. ഇനി നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം എൻ്റെ ഡ്രസ്സ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നിനും സമയം കിട്ടില്ല, പെട്ടെന്നാണ് ഒരു 5-6 വർക്കുകൾ വന്നത്. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ ആ കുട്ടിക്കുള്ള ഡ്രസ്സും അതും കൊടുത്തയക്കാണ്ടിരുന്നു. അപ്പോൾ എല്ലാം കൂടി ആയപ്പോഴേ എൻ്റെ ഡ്രസ്സ് അവിടെ കിടന്നു. അല്ലെങ്കിൽ നമ്മളങ്ങനെയാണ്, നമ്മുടെ വീട്ടിലൊരു മെഷീൻ ഉണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും ചെയ്യുമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലാസ്റ്റിലേക്ക് വെക്കും. അല്ല, നമ്മളെ അങ്ങനെ ചെയ്യില്ലെന്നെങ്കിൽ നമ്മളെ വേഗം പുറത്ത് കൊടുത്തിട്ടൊക്കെ ശരിയാക്കി വെക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് രണ്ടും കൂടിയുള്ള വ്യത്യാസം. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ഡ്രസ്സൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ആ ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് ഇട്ടു. ഇനി ഒരു സബോള എടുത്തുള്ളൂ, കുറച്ച് മയോണീസ്, വേറെ ഒന്നും ഞാൻ ഇട്ടില്ല. ക്യാരറ്റ് കേബേജ് ഒന്നും ഇടാനുള്ള സമയമില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ വേഗം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് മയോണീസ് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, മോനിക്കൊക്കെ നല്ല ഇഷ്ടമായി. അപ്പോൾ ഇനി അവനക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കൊടുക്കണമെങ്കിൽ നല്ലതാണല്ലോ നമ്മൾ മക്കൾക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ആ ചപ്പാത്തി എടുത്തിട്ട് അതിലേക്ക് മറ്റേ നമ്മളെ കയ്യിൽ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ ഒന്നും ചേർത്തിട്ടില്ല, ഉള്ളതുകൊണ്ട് വെച്ചിട്ട് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആ ചപ്പാത്തിയിലേക്ക് കുറച്ച് മയോണൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചിന് വെക്കണല്ലോ, കൂടുതലായിട്ട് കൊടുക്കണമെന്നില്ല, നല്ലതല്ലല്ലോ, കുറേ ഓയിലൊക്കെ അതിൽ ചേരുന്നുണ്ടല്ലോ. അപ്പോൾ ആവശ്യത്തിന് ഉള്ള എടുക്കണത്. പിന്നെ ഇതൊക്കെ നമ്മൾ വല്ലപ്പോഴെല്ലാം ഉണ്ടാക്കി കൊടുക്കണം മക്കൾക്ക്, എന്നും കൊടുക്കണമെന്നില്ലല്ലോ. അത് കാരണം ചിലപ്പോഴൊക്കെ കുറച്ച് ദിവസമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് എടുത്ത് ഉണ്ടാക്കി കൂട്ടി വെച്ചിട്ട് ഒന്ന് വെറുതെ മടക്കി കൊടുത്താൽ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. കുട്ടികൾക്കാണെങ്കിൽ നല്ല ഇഷ്ടമാവുകയും ചെയ്യും. വെറുതെ ചപ്പാത്തിയും കറിയൊക്കെ കഴിക്കണേക്കാട്ടി കുട്ടികൾക്കതൊന്നും ഇഷ്ടമാവുകയും ചെയ്യും. നമുക്ക് ക്യാരറ്റും നമ്മളെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് പച്ചക്ക് കഴിക്കാൻ പറ്റാവുന്നുണ്ടാവും ഒക്കെ ഇട്ട് കൊടുക്കാട്ടോ. അത് എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ ആക്കിയെടുത്തത്. നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതിന് നിന്നത്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഡ്രീമി ഡിസൈൻസ്. നിങ്ങളെല്ലാവരും ഇതിനിടയിൽ കമൻറ്റ് ഇടുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. അവരും നായരാണ് ആ കുട്ടി, പക്ഷേ നമ്മളെ പോലെ എല്ലാ ആഘോഷങ്ങളിലും പങ്കുചേരും. ഇപ്പോൾ ഇന്ന് പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ ജാതി മതമൊന്നുമല്ല, എല്ലാവരും ആഘോഷിക്കുക, എല്ലാവരും സമാധാനം സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവരും നന്നായി പെരുന്നാളൊക്കെ ആഘോഷിക്കുക. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് അതേപോലെ റോൾ ചെയ്തെടുക്കാം. മയോണൈസ് വെച്ചിട്ട് മറ്റേ മസാല കൂട്ടയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ പുറത്ത് പോയിട്ട് ഷവർമൊന്നും കഴിക്കാത്തവരൊന്ന് വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ കുട്ടികൾക്ക്. മക്കൾക്ക് ഇഷ്ടമാവും, അത് സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേനൊക്കെ ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബക്രീദ് ആശംസകൾ.